നമസ്കാരം. നമ്മൾ ഇന്നൊരു ഗാർഡൻ ടൂർ ചെയ്യാണ്. 2024 സമ്മർ സമയത്ത് ഒരു ഗാർഡൻ ടൂറാണ്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണിക്കാം. നമുക്ക് തത്തകളുണ്ട്, ഒരു പച്ചത്തത്തയും ഒരു യെല്ലോ കളർ ഫീമെയിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ലോഗൻ ബെറി എന്ന് പറയുന്ന ഒരു ബെറിയാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ബെറിയോടൊക്കെ സാമ്യമുള്ള ഒരു ബെറിയാണ് ലോഗൻ ബെറി. ഇത് ഒലിവ് മരമാണ്. ഈ ഒലിവ് മരത്തിന് ഏകദേശം ഒരു 10 വർഷത്തെ പ്രായമുണ്ട്. നമ്മൾ 4 വർഷത്തോളം ഇതിനെ പോട്ടിൽ വെച്ചാണ് വളർത്തിയത്. അതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് ചെയ്തത്. ഇത് ബ്രൗൺ ടർക്കി എന്ന് പറയുന്ന ഒരു ഫിഗാണ്. ഈ ബ്രൗൺ ടർക്കിയുടെ പ്രത്യേകത, ഇതിന് കാണാൻ ഒത്തിരി വലിയ ഭംഗിയുള്ള ഒരു ഫിഗ് അല്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റ് ഉള്ളതാണ് ബ്രൗൺ ടർക്കി. ഈ ബ്രൗൺ ടർക്കിയുടെ തൊട്ട് പുറകിൽ നമ്മളൊരു ക്രാബ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു കാട്ട് ആപ്പിൾ വെച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിളാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന കാണാൻ. ആപ്പിളുകൾ വളരെ ചെറുതാണ്. നമുക്ക് വേണമെങ്കിൽ സൈഡറൊക്കെ ഉണ്ടാക്കാമെന്നല്ലാതെ കഴിക്കാനായിട്ട് കൊള്ളത്തില്ല. നമ്മളൊരു കോട്ടേജ് സ്റ്റൈലാണ് ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഒരു ആപ്പിൾ മരമാണ്. ഈ ആപ്പിളിൻ്റെ പ്രത്യേകത, ഇത് സീഡിട്ട് മുളപ്പിച്ച ഒരു ആപ്പിളാണ്. ഇതിൽ നമ്മളൊരു 18 വെറൈറ്റി ആപ്പിളുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കമ്പിലും ഓരോ കളറിലുള്ള ആപ്പിളുകൾ ഉണ്ടാകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ 18 വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാം, കാരണം ഒത്തിരി സമയമെടുക്കുന്ന ഒരു വീഡിയോ ആണത്. ഇതൊരു പെയറാണ്. ഇതൊരു ഡ്വാർഫ് വെറൈറ്റി പെയറാണ്. ലൂയിസ് പോൺജേസി എന്ന് പറയുന്ന പെയറിലേക്ക് നമ്മളൊരു 12 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വൈറ്റ് സപ്പോട്ട എന്ന് പറയുന്ന ഫ്രൂട്ട് ട്രീ. നമ്മുടെ നാട്ടിലെ സപ്പോട്ടയായിട്ട് വലിയ കാര്യമായ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു സപ്പോട്ട മരമാണ് വൈറ്റ് സപ്പോട്ട. അതിൻ്റെ തൊട്ട് പുറകിൽ നമ്മളൊരു പീച്ചും കൂടെ വെച്ചിട്ടുണ്ട്. പീച്ച് പോട്ടിലാണ് നിൽക്കുന്നത്. ഇനി ഇതൊരു ഗൂസ്ബെറി ആണ്. പാക്സ് എന്ന് വിളിക്കുന്ന ഒരു ഗൂസ്ബെറി. ഈ മരം പെർസിമൺ ആണ്. പെർസിമണിൽ നമ്മുടെ നാട്ടിലെ കാക്കി ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ടാണ് പെർസിമൺ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് പെർസിമൺ. റാസ്ബെറി എന്ന് പറയുന്ന ഒരു ബെറിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ബെറിയൊക്കെ തീർന്നു, വള്ളി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഈ കാണുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. സിട്രസ് വിഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ബബ്ലൂസ് നാരകത്തിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വരുന്ന ഒരു നാരകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയും വലുപ്പം വെക്കത്തില്ല. ഓറഞ്ചിനേക്കാൾ വലുതായിരിക്കും, നമ്മുടെ ബബ്ലൂസ് നാരകത്തിനേക്കാൾ ചെറുതായിരിക്കും. ഇതൊരു ഏഷ്യൻ പെയർ വിഭാഗമാണ്. ഇതിൻ്റെ പേര് TSU ലീ എന്ന് പറയും. ഇതൊരു ചൈനയാണ് അതിൻ്റെ ഒരു ഒറിജിനൽ പ്ലേസ്. നമുക്കിനി ഡെക്കിൽ കുറച്ചധികം ഫ്രൂട്ട് ട്രീകളും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് മുട്ടപ്പഴത്തിൻ്റെ ഒരു തൈ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ഈ മൂടിയിട്ടിരിക്കുന്നത് ബ്ലൂബെറീസ് ആണ്. ബ്ലൂബെറി കിളികൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ബ്ലൂബെറികൾ പഴുത്തു വരുന്നതേ ഉള്ളൂ. പോട്ടിലാണ് ബ്ലൂബെറി വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇത് പെർസിമൻ്റെ തന്നെ ഒരു ചെടിയാണ്. ഇത് നമ്മൾ സീഡിട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യണം. സീഡിട്ട് ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാണ് മുളപ്പിക്കുന്നുള്ളത് നമ്മൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വലുതായിട്ടുണ്ടത്. ഇനി നമ്മൾ കാഫീർ ലൈം എന്ന് പറയുന്ന ഒരു ലൈമാണത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. ഇത് വേറൊരു ലൈമാണ്. ഇതിൻ്റെ പേര് ഫിംഗർ ലൈം. ഫിംഗർ പോലെ ഇരിക്കുന്ന ലൈം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇത് ഇങ്കാ ബീൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ്, അല്ലെങ്കിൽ ഐസ്ക്രീം ബീൻ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇത് കംക്വാറ്റ് ആണ്. കംക്വാറ്റ് ഒരു സിട്രസ് വിഭാഗമാണ്. ഈ വെറൈറ്റിയുടെ പേര് നഗാമി. ഇത് മായൽ ലെമൺ എന്ന് പറയുന്ന ഒരു ലെമണാണ്. ഇത് നെക്ടറീൻ ആണ്. നെക്ടറീൻ്റെ ഒരു ഡ്വാർഫ് വെറൈറ്റി ആണത്. അതുകൊണ്ടാണ് നമ്മൾ പോട്ടിൽ വെച്ചിരിക്കുന്നത്. ഇതൊരു പീച്ച് ട്രീ ആണ്. ഇത് അത്യാവശ്യം ഒരു 10 വർഷത്തോളം പ്രായമുള്ളൊരു പീച്ചാണ്. അത് ഡ്വാർഫാണ്. പീച്ചുകളൊക്കെ അത്യാവശ്യം ഉണ്ടാകുന്നുണ്ട്. കുറച്ച് കറിവേപ്പുണ്ട്. അവക്കാഡോയുടെ ഹാസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണത്. ഇത് ചെറി മോയ എന്ന് പറയുന്ന ഒരു നമ്മുടെ നാട്ടിലെ ആത്തച്ചക്കയുടെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണത്, ചെറി മോയ. ഇത് ഹാൻഡ് പോളിനേറ്റ് ചെയ്താലേ ഇതിൻ്റെ കായകൾ കൂടുതലായിട്ടുണ്ടാവുള്ളൂ. വാഴയാണ്. ഇങ്ങനെയാണ് നമ്മൾ വളരെ പ്രൊട്ടക്റ്റ് ചെയ്താണ് വാഴ വളർത്തുന്നത്. ഇത് മൗണ്ടൻ പോപ്പോ എന്ന് പറയുന്ന ഒരു നമ്മുടെ നാട്ടിലെ പപ്പായയുടെയൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്.
നല്ല കയ്പാണ് ഇതിൻ്റെ ഫ്രൂട്ടിന്. ഇതൊരു നാരകം തന്നെയാണ്. ഇതിൻ്റെ പേര് ബുദ്ധാസ് ഹാൻഡ്, ബുദ്ധൻ്റെ കൈ പോലെ ഇരിക്കുന്ന ഒരു പ്രകൃതം ഇതിൻ്റെ ഫ്രൂട്ടിനുള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുന്തിരി പടർത്തി വിടുകയാണ്. ഇപ്പം നമ്മുടെ പെർഗോള അടിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് മുന്തിരി ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ആദ്യത്തെ വർഷമാണ് ഇതുപോലെ ട്രെയിൻഡായി വരുന്നത്. ഇനി നമ്മൾ കീവി ഫ്രൂട്ട് വളർത്തുന്നുണ്ട്. ഇത് കീവി ഫ്രൂട്ട് സീഡിട്ട് മുളപ്പിച്ചെടുത്തതാണ്. നമ്മൾ കാര്യം ന്യൂസിലൻഡിലാണെങ്കിലും കീവി ഫ്രൂട്ട് ഇവിടെ മേടിക്കാനായിട്ട് കിട്ടത്തില്ല, കീവി ഫ്രൂട്ടിൻ്റെ തൈ. അതുകൊണ്ട് നമ്മൾ സീഡിട്ടാണ് മുളപ്പിച്ചെടുത്തത്. ഇനി നമ്മൾ ഗാർഡൻ ടൂർ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് കുറച്ചധികം സിട്രസ് വെറൈറ്റികൾ കൂടെ ഉണ്ട്. അതിന് മുമ്പ് ഇത് നമ്മുടെ മാതള നാരങ്ങയിലെ പോമഗ്രാനൈറ്റ് ആണ്. ഇത് മാൻഡറീൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ ഓറഞ്ച് പോലൊക്കെ തന്നെ ഇരിക്കും. കുറച്ചധികം ഡേലിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കാലമാൻഡിനും അതിൻ്റെ കൂടത്തിൽ നിൽക്കുന്നത് ഇൻവിക്റ്റ എന്ന് പറയുന്നൊരു ഗൂസ്ബെറിയും കൂടെയാണ്. ഇതാണ് കാലമാൻഡിൻ. എന്നിട്ട് തൊട്ട് പുറകിൽ ബോയ്സൺ ബെറി എന്ന് പറയുന്ന ഒരു ബെറിയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ റാസ്ബെറിയൊക്കെ പോലെ തന്നെ ഒരു ബെറിയാണ് ബോയ്സൺ ബെറി. ഇത് ക്വിൻസ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ക്വിൻസിലേക്ക് നമുക്ക് പെയർ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. ഇത് പെയറിൻ്റെ ഒരു കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തും പിടിച്ചിട്ടുണ്ട്. ഇതൊരു ഏഷ്യൻ പെയറാണ്, നമ്മുടെ സബർജല്ലി വിഭാഗമാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് സ്വർണ്ണ കളറിലുള്ള ഫ്രൂട്ടാണ്. നല്ല ഗോൾഡൻ കളറിലായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത്. ഹൊസൂയി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, നല്ല ഉഗ്രൻ വെറൈറ്റിയാണ്. പാർഷ്യലി സെൽഫ് ഫെർട്ടൈലാണിത്. നല്ല രീതിയിൽ കായ പിടിക്കും. കൂടത്തിൽ 1-2 ഏഷ്യൻ പേറുകളോ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് കായ പിടിക്കുന്നതാണ്. നല്ല രസമാണ് ഇതിൻ്റെ ഫ്രൂട്ടുകൾ ഉണ്ടായി കിടക്കുന്നതാണ്. ഇനി ഇത് ഓറഞ്ചാണ്. നേവൽ ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ചിൻ്റെ ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ്. അധികം പൊക്കം വെക്കാല്ലാത്ത ചെടിയാണത്. ഇവിടെയാണ് നമ്മൾ കിവി ഫ്രൂട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. കിവി ഫ്രൂട്ടിൻ്റെ വൈന് വള്ളിയായിട്ട് ഇങ്ങനെ കയറി നമ്മുടെ പെർഗോളയുടെ അടിയിലേക്ക് പോകത്തക്ക രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ചെറിയ ഒരു ജാപ്പനീസ് ഗാർഡൻ പോലെ ചെയ്തിട്ടുണ്ട്. ജപ്പാൻകാർ ഉപയോഗിക്കുന്ന കുറേ ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റൈലിലേക്ക് വരത്തക്ക രീതിയിൽ. എയ്സർ എന്ന് പറയുന്ന മേപ്പിളാണ് റെഡ് കളറിൽ കാണുന്നത്. അതിൻ്റെ പുറകിൽ തന്നെ നമ്മൾ നിജസാക്കി എന്ന് പറയുന്ന ഒരു ഏഷ്യൻ പെയർ വെച്ചിട്ടുണ്ട്. നല്ല യെല്ലോ കളറിലായിരിക്കും ഇതിൻ്റെ ഫ്രൂട്ട്. അതിൽ ആ ട്രീയെ നമ്മൾ എസ്പാലിയേറ്റ് ചെയ്താണ് വളർത്തുന്നത്, എന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ചെയ്താണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആപ്രിക്കോട്ടാണ്. അതിൻ്റെ ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് പൈൻ മരമാണ്. പൈനട്ടൊക്കെ കിട്ടുന്ന പൈൻ മരമാണ്. നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണിത്. ഇതാണ് പൈനട്ട് ട്രീ. ഇത് നമ്മുടെ ഒരു പീച്ചാണ്, ഹവേര എന്ന് പറയുന്ന പീച്ചാണ്. ഇതിലേക്ക് ഒരു 4-5 വെറൈറ്റി നമ്മൾ വേറെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പീച്ചിൻ്റെ സീസൺ കഴിഞ്ഞു. ഇഷ്ടംപോലെ ഇത് പ്ലമ്മാണ്. പ്ലം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ എല്ലാ വർഷവും നമുക്ക് കിട്ടും. ഇവിടെയാണ് നമ്മൾ വെജിറ്റബിളും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ നമ്മൾ സണ്ണ് കൂടുതൽ കിട്ടുന്ന പ്രദേശമാണ്. അതുകൊണ്ടാണ് വെജിറ്റബിൾ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്, അതൊക്കെ മറഞ്ഞു പോയി. നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഗാർഡൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീൻസാണ് കൂടുതലായിട്ട് നമ്മൾ ഈ വർഷം ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡ്വാർഫ് വെറൈറ്റിയിലുള്ള ബീൻസാണ്. 2 സൈഡിലും ബീൻസാണ്. ഇത് ബോറിച്ച് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. തേനീച്ചകൾ നമ്മുടെ പറമ്പിലേക്കൊക്കെ കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ബോറിച്ച് വെക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ലൂയിസ എന്ന് പറയുന്നൊരു പ്ലമ്മാണ്. ഈ ലൂയിസയുടെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലേക്കാണ് ഈ പ്ലമ്മിൻ്റെ ഒരു ഷേപ്പ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രീ സ്റ്റോൺ ആയിട്ടുള്ള ഒരു പ്ലമ്മാണത്. ഇത് പേഴ്സിമെൻ്റ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാക്കി ഫ്രൂട്ടിന് തന്നെ വേറൊരു വെറൈറ്റിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇത് ഹോത്തോൺ എന്ന് പറയുന്ന ഒരു ചെടിയാണ്, ഹോത്തോൺ. അതിൻ്റെ തൊട്ട് പുറകിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല, ഇവിടെ നിന്ന് കാണിക്കാം. ഇത് പ്ലം കോട്ട് എന്ന് പറയുന്ന സാധനമാണ്. അതായത് ആപ്രിക്കോട്ടിൻ്റെയും പ്ലമ്മിൻ്റെയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പ്ലം കോട്ട്. നമ്മൾ കൂടുതലും പച്ചക്കറിയൊക്കെ ഈ ഭാഗത്താണ് ചെയ്യുന്നത്. ഇവിടെ താഴെയാണ് നമ്മൾ കൂടുതൽ സ്ട്രോബെറികൾ വെച്ച് വിടുന്നത്. ബക്കിയ പോലുള്ള നല്ല ചെടികളൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ട്. ചെടികൾ കൂടുതൽ വെക്കുന്നത് നമുക്ക് പോളിനേഷന് വേണ്ടിയിട്ടാണ്. തക്കാളി. ഇത് ബ്യൂബോൺ എന്ന് പറയുന്ന ഒരു ആപ്പിൾ മരമാണ്.
ഈ ആപ്പിളിൽ ഒരു 3-4 വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ആർച്ച് കോള അടിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ആർച്ച്, ഒരു എൻട്രൻസ് വേ. അതിൽ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും നമ്മൾ ആപ്പിൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആപ്പിളിൻ്റെ കമ്പുകൾ നമ്മളൊന്ന് മുട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് ട്രെയിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്രെയിൻ ചെയ്ത് വരത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ആർച്ച് കോളയിൽ നമ്മൾ പാഷൻ ഫ്രൂട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇതൊരു അത്തിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു വരയൻ അത്തിയായിരിക്കും. അതൊരു പെനാഷ് എന്ന് പറയുന്ന വെരിഗേറ്റഡ് വെറൈറ്റി ഉള്ള അത്തിയാണത്. കറിവേപ്പൊക്കെ വെച്ചിട്ടുണ്ട്. കറിവേപ്പൊക്കെ വളരെ ക്ഷീണമാണ്, നമുക്ക് വെയിൽ കുറവാണ് ഈ സ്ഥലത്ത്. ഇത് ഒരു ചെറിയാണ്. ചെറി ഇങ്ങനെ ലാർച്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയാണ്. താഴേക്ക് ഇങ്ങനെ ഇലകളിങ്ങനെ വീണ് കിടക്കുന്ന പോലെ കിടക്കും, അതാണത്. ഇത് ഒരു പേർമരമാണ്. ആ പേരിനെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അത് സ്പാലിയേറ്റ് ചെയ്ത് നമ്മൾ 2 ലിംബുകളായിട്ട് നിർത്തി ചെയ്തിരിക്കുന്നതാണ്. ഇതും ഒരു ഏഷ്യൻ പെയറാണ്. അതിലേക്ക് നമ്മളൊരു 3 വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പല കളറിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇതും വേറൊരു ഏഷ്യൻ പെയറാണ്. ഇതിൻ്റെ പേര് ഹുവാലി നല്ല രീതിയിലുണ്ടാകുന്ന ഒരു പെയറാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഡെയിലിയും തക്കാളിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും കൂടുതൽ തക്കാളിയാണ് ഇപ്രാവശ്യം. പാഷൻ ഫ്രൂട്ടാണ് നമ്മൾ ഈ ആർച്ചിൽ കയറ്റി വിടാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് ക്ലെമറ്റസ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അത് ഈ സൈഡിൽ നമ്മളിങ്ങനെ കയറ്റി വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിന് മുമ്പ് ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഉണ്ടാകുന്ന ഗ്രാനി സ്മിത്ത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആപ്പിൾ മരമാണത്. അത് സെമി ഡ്വാർഫ് വെറൈറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ലൈമാണ്, തഹീഷ്യൻ ലൈം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങയില്ല, അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണത്. നമ്മൾ പച്ചക്കറിയൊക്കെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ പച്ചമുളക് വെക്കാനായിട്ട് ചെറിയ ഒരു മിനി ഗ്രീൻ ഹൗസ് പോലെ ഈ പോളിത്തീൻ കവർ ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്ത് തരുമ്പോൾ നമ്മൾ ഹീറ്റ് എത്തിട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പയറാണ്, വള്ളിപ്പയറാണ് ഈ ട്രെല്ലസിൽ കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ സൈഡിലും കുറച്ച് ഫ്രൂട്ട് ട്രീകളുണ്ട്, അത് നമ്മൾ കാണിക്കാം. ഇത് നമ്മുടെ നാട്ടിലെ പേര വെച്ചിട്ടുണ്ട്. ഇതാണ് നാട്ടിലെ പേര. ഇപ്പോൾ ഈ പ്ലാന്റർ ബോക്സുകളിൽ നമ്മൾ ഇപ്രാവശ്യം കൂടുതൽ പയറും പിന്നെ കുറച്ച് മത്തൻ വെറൈറ്റികളൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇത് വളർന്ന് നല്ല രീതിയിൽ നമുക്ക് കായായി കിട്ടിയായിരുന്നു. അത് നമുക്കൊരു വേറെ വീഡിയോയിൽ കാണിക്കാം. അത് ഗോഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന നാരകമാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ ഈ പർപ്പിൾ കളറിൽ കാണുന്നതാണ് നെക്ടറീൻ എന്ന് പറയുന്ന, മേബിൾ എന്ന് പറയുന്ന ഒരു നെക്ടറീനാണ്. നല്ല കളർഫുള്ളാണ്. അതിൻ്റെ ഇലയും ഫ്രൂട്ടൊക്കെ ഒരുപോലെ ഇരിക്കും. ഇവിടെയാണ് നമ്മൾ ഒരു ഫുഡ് ഫോറസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു റിയൽ ഫോറസ്റ്റ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു ഐഡിയ. അതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പ്രൂൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് കൊണ്ട് നിൽപ്പുണ്ട്. ഈ പ്രൂൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വളർത്താനായിട്ട്. ഇപ്രാവശ്യം നമുക്ക് ഒറ്റക്കായ ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രൂണിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ചെറിയും കൂടെ നിൽപ്പുണ്ട്. 2 ചെറിയ ഉണ്ടായിരുന്നു, ഒരെണ്ണം നമ്മൾ വെട്ടി മാറ്റി. എന്നിട്ട് അതിൻ്റെ കമ്പെടുത്ത് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് 2 ചെറിയും കൂടെ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് വെറൈറ്റി ഫ്രൂട്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഫുഡ് ഫോറസ്റ്റ്. അതാണ് നമ്മൾ ഒരു മിനിയേച്ചർ ഫുഡ് ഫോറസ്റ്റാണ്. ഇപ്പോൾ ഇത് സ്ട്രോബെറി ട്രീ എന്ന് പറയുന്ന ട്രീ ആണ്. വളരെ നല്ല ഭംഗി. ഇതിൻ്റെ ഫ്ലവറാണത്. അത് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്, കാരണം വലിയ മരമാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ റെസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോട്ടിൽ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് ഫുഡ് ഫോറസ്റ്റിൻ്റെ ഒരു എൻട്രൻസ്. ചെറിയൊരു വഴിയുണ്ട്, അകത്തേക്ക് നമ്മൾ വളഞ്ഞു പോകുന്ന ഒരു ചെറിയ വഴി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ക്രാബ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ആപ്പിളാണ് വെച്ചിരിക്കുന്നത്. ഇത് കൂടുതലായിട്ട് ജെല്ലി കിങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ പ്രത്യേകത വളരെ നന്നായിട്ട് കായ ഉണ്ടാവുകയും ചെയ്യും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ കിട്ടുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ കൂടെ നമ്മൾ ഈ ആർച്ച് പോലെ ചെയ്തിട്ട്
നമ്മൾ ഇപ്രാവശ്യം പാഷൻ ഫ്രൂട്ടാണ് അതിൽ കയറ്റിവിടുന്നത്. പൈനാപ്പിൾ ഗ്വാവ അല്ലെങ്കിൽ ഫിജാവ എന്ന് പറയുന്ന പ്ലാന്റാണ് നമ്മൾ എൻട്രൻസിൽ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ ലൈലാക്ക് വെറൈറ്റികളുണ്ട്. ഇത് ബേക്കിൻ എന്ന് പറയുന്ന ഒരു അവക്കാഡോയാണത്. ഹേസൽനട്ടാണ് ഈ കാണുന്ന ഇത്. അതിൻ്റെ തൊട്ട് പുറകിൽ നമ്മൾ പേരും വെച്ചിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കറണ്ടുകളുണ്ട്. നമ്മൾ ട്രോപ്പിക്കൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ വാഴച്ചെടികൾ, ബാംബു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ എല്ലാം കൂടുതലായിട്ടും പോട്ടിലാണ് ഇരിക്കുന്നത്. ഇത് പീച്ചറീൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ട്രീ ആണ് എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത്. പീച്ചിൻ്റെയും നെക്ടറീൻ്റെയും കൂടെ മിക്സാണത് പീച്ചറീൻ. ഇതാണ് നമ്മുടെ ജെല്ലി കിങ് എന്ന് വിളിക്കുന്ന ഒരു ക്രാബ് ആപ്പിൾ. അതിലേക്ക് നമ്മൾ മറ്റ് പല ആപ്പിൾ വെറൈറ്റികളും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറി ഗ്വാവയാണ്. ചെറി ഗ്വാവയുടെ 2 വെറൈറ്റികളാണ് നമ്മളിവിടെ വളർത്തുന്നത്. ഇത് നമ്മുടെ കപ്പളം പോലത്തെ ഒരു അല്ലെങ്കിൽ പപ്പായ പോലത്തെ ഒരു വെറൈറ്റിയാണത്. ഇത് ഹൈഡ്രേഞ്ചിയ ഉണ്ട്. എൽഡർ ബെറി എന്ന് പറയുന്ന ഒരു ബെറിയാണിത്, എൽഡർ ബെറി. ഇതാണ് നമ്മുടെ ചെറി ഗ്വാവയുടെ ഫ്ലവറുകൾ. ഇത് നമുക്ക് ഒരു ബ്ലഡ് ഓറഞ്ചാണ് ഈ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഇത് ഈ കാണുന്നത് റോവൻ ട്രീ എന്ന് പറയുന്ന ട്രീ ആണ്. നമ്മൾ പേര് പെടപെടാന്ന് ഓർത്തിരിക്കാൻ വലിയ പാടാണ്. ഈ വലിയ ട്രീ ഇത് നമ്മൾ ഒരു ചെറിയ കമ്പ് വാങ്ങിച്ച് നട്ടതാണ്. ഇതിൻ്റെ പേര് ജാപ്പനീസ് റേസിൻ ട്രീ. ജാപ്പനീസ് റേസിൻ ട്രീ ആണത്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ബാമ്പു ഒക്കെ കാണിച്ചതാണ്. കമീലിയസ് ഉണ്ട്. ഹേസൽനട്ടിൻ്റെ പല വെറൈറ്റികളുണ്ട്. ഹേസൽനട്ടിൻ്റെ പുറകിൽ നമ്മൾ വാൾനട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. പിന്നെ ലോക്വാറ്റ്സ് ഉണ്ട്. ഫ്രൂട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ എണ്ണിയാൽ തീരാത്ത രീതിയിൽ ഫ്രൂട്ടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വാൾനട്ട് ട്രീ എന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പം മുമ്പ് കാണത്തില്ലാത്ത രീതിയിൽ ചെടികൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണിത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ സീറ്റിംഗ് ഏരിയ ഒക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ ആർച്ച് പോലെ നമ്മൾ ചെയ്തിട്ട് അവിടെ മുന്തിരി വളർത്തിയിരിക്കുകയാണ്. ബഫല്ലോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ക്ലമറ്റസ് കയറ്റി വിടുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ കോഴിക്കോടും ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ട്രീ ഡെയിലി എന്ന് കിട്ടുന്നതാണത്. ഇത് ആൽമണ്ടിൻ്റെ ഒരു മരമാണ്. ആൽമണ്ട്. ഇതൊരു ആപ്പിളാണ്. അഡോർ എന്ന് പറയുന്ന ഒരു ആപ്പിൾ ട്രീ ആണ്. അതിലേക്ക് എത്ര എണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് കൗണ്ട് മിസ്സായി. അത്രയധികം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മുകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈറ്റ് സസെക്സ് എന്ന് പറയുന്ന വെറൈറ്റി കോഴികളാണ്. ഇവിടെയാണ് നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ ട്രീയുടെയും പേർ ട്രീയുടെയും അടിയിൽ കൂടെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഫ്രൂട്ടും കിട്ടും, കോഴികൾക്കും നടക്കാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് സസെക്സ് ഒരു ഇംഗ്ലീഷ് വെറൈറ്റിയാണ്. അതിന് നമ്മൾ തന്നെ മുട്ട വിരിയിച്ച് ചെയ്താണ്. ഇവിടെ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെറിയൊരു ആർച്ച് പോലെ ചെയ്യാനായിട്ടാണ്, പയറും കാര്യങ്ങളൊക്കെ കയറ്റി വിട്ട് വളർത്താനായിട്ടാണ് നമ്മളങ്ങനെ ശ്രമിക്കുന്നത്. പയറൊക്കെ അത്യാവശ്യം കയറി വരുന്നുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ കോഴീനെ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് ലൈറ്റ് സസെക്സ്. 3 കോഴിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് പൂവൻ കോഴികളെ വളർത്താനായിട്ട് അനുവാദമില്ല. അതുകൊണ്ട് നമ്മൾ 3 പെടക്കോഴികളെ നമുക്ക് അത്രയും സൗകര്യമുള്ളൂ.
അത്യാവശ്യം അതിന് നടക്കാനുള്ള സംവിധാനവും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലാന്റർ ബോക്സ് മുകളിലും അതിൻ്റെ താഴെ കോഴികൾക്ക് നടക്കാനുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ചെടിയും വെക്കാം, കോഴികളെയും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ്. നമുക്ക് സ്ഥലം നഷ്ടമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ചോച്ചോ എന്നൊക്കെ വിളിക്കുന്ന സാധനമാണ്. ഇതാണ് ബ്ലാക്ക്ബെറി. ഈ സാധനമാണ് ബ്ലാക്ക്ബെറി. ബ്ലാക്ക്ബെറിയാണത്. ഇതൊരു പെയർ ട്രീ ആണ്. ആ പെയർ സീഡിൽ മുളപ്പിച്ചൊരു പെയറാണ്. ചോച്ചോ എന്ന് പറയുന്ന സാധനം അത് നമ്മളിതുപോലെ കിളിക്കൂടിൻ്റെ മുകളിലേക്കും കോഴിക്കോടിൻ്റെ മുകളിലേക്കും കയറ്റി വിടുകയാണ്. ഇത് നമ്മുടെ കാടയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂടാണ്. അതിൻ്റെ തൊട്ട് താഴെ കോഴികൾക്ക് വേണ്ടിയുള്ള സെറ്റപ്പ്, പിന്നെ കിളികൾ. കോഴിക്കൂടെന്ന് കാണിക്കാം. ഇവിടെയാണ് കോഴികൾ മുട്ടയിടുന്നത്. പേർച്ച് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കൂട് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. കാരണം ഇത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം കാടകൾക്കും കോഴിക്കും കിളിക്കും എല്ലാം ഒരേ കൂട്, ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കിളികൾ കിടക്കുന്നത്. ഇപ്പം കിളികളുടെ എണ്ണമൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ചു. കാരണം പ്രോഫിറ്റബിളായിട്ട് കിളികളെ കൊണ്ട് നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ കിളികളുടെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട്. അതാണ് ചോച്ചോ. നമ്മുടെ നാട്ടിൽ വേറെ എന്തൊക്കെയോ വിളിക്കും അതിനെ. കിളികൾ. നമ്മൾ വീട് ചുറ്റും നമ്മൾ ഫ്രൂട്ട് ട്രീകളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അത് മുന്തിരി. നമ്മളൊത്തിരി സീഡ്ലിങ്സ് ഒക്കെ കുറേ അധികം വിൽക്കുന്നുണ്ട്. നമുക്കൊത്രയും, ഞാൻ ന്യൂസിലാൻഡിലാണുള്ളത്, അതുകൊണ്ട് ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും സീഡ്ലിങ്സ് നമ്മൾ ഓരോ വർഷം വിൽക്കാറുണ്ട്. കൂടുതലും മത്തിയും ഒക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ പറ്റുന്നതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിൽക്കും. ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ആണ്. ഇവിടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത്യാവശ്യം നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ വളർത്താൻ ഇവിടെ പറ്റുള്ളൂ. ചീരയുണ്ട്, പ്രാവശ്യം കുറച്ച് പാവൽ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് തൽക്കാലം ഉള്ളത്. അതാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ സ്ഥലം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ്. ഈ കാണുന്നത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബിയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഹോപ്പ്. നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. ഇത് നമ്മുടെ ഷെഡാണ്. ഇവിടെയാണ് തൽക്കാലം നമ്മൾ കാടകളെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാടകളുടെ കൂടും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇവിടെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാടകളെ വളർത്തുന്നത്. ഇപ്പം കാടമുട്ടയൊക്കെ ഇരിപ്പുണ്ട്, എടുക്കാറായി കാടകൾ. ഇനി ഇവിടെ നമ്മൾ കോമ്പോസ്റ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പ്ലം ട്രീ ആണ്. ഒന്നല്ല, 2 പ്ലം നമ്മൾ ഒരേ കുഴിയിൽ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മളൊരു 3-4 വെറൈറ്റി വേറെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു. ഇത് മഗ്നോളിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇവിടെയാണ് നമ്മുടെ ഗ്രേപ്സിൻ്റെ 2 വെറൈറ്റി ഗ്രാപ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലൊരു അയോണ എന്ന് പറയുന്ന ഒരു ഗ്രേപ്പാണത്. ഇത് നമ്മുടെ വേറൊരു ഗ്രീൻ ഹൗസ് പോലത്തെ സംഭവമാണ്. ഇവിടെ നമ്മൾ ഗോഡ് എന്ന് പറയുന്ന സാധനം, ചുരക്ക, അതാണ് ഇവിടെ ഇപ്പോൾ തൽക്കാലം വളർത്തുന്നത്. ഇവിടെ ചുരക്കയുണ്ട്, ഗോഡ്. നമ്മൾ സ്ഥലം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ എല്ലാ ഏരിയയും കുറച്ച് സ്ഥലമുള്ളത് മൊത്തം ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഉണ്ടോ, ഇതാണ് ഗോഡ്. ഇത് ബോട്ടിൽ ഗോഡ് എന്ന് പറയും. ബോട്ടിൽ പോലെ ഇരിക്കുന്ന ഗോഡ്. നമുക്ക് ഈ അവിയലിനകത്ത് ഇടാനായിട്ട് അടിപൊളിയാണ് സാധനം. അതിൻ്റെ ഫ്ലവറുകളാണത്. ഇത് നമ്മൾ നയാഗ്ര എന്ന് പറയുന്ന ഒരു ഗ്രേപ്പിൻ്റെ വൈനാണ്. ഇതിൽ ഇഷ്ടംപോലെ ഗ്രേപ്പ് ഉണ്ടാവും. നമുക്ക് കാണിക്കാം. ഇത് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുകയാണ്.
നയാഗ്ര. ഇതിൻ്റെ പ്രൂഡിങ്ങും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി രീതിയിലാണ്, ഇംഗ്ലീഷുകാർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഈ പന്തലിട്ട് നിൽക്കാതെ ഇതുപോലെ ഈ ഒരു രീതിയിലാണ് ഗ്രേപ്പ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഗ്രേപ്പ് ഉണ്ടാകും നമുക്ക്. ഇത് പച്ച കളറാണ്, ഇതിൻ്റെ പഴുത്താലും പച്ച കളർ തന്നെ ആയിരിക്കും. ഭയങ്കര മധുരമാണ്, അതുകൊണ്ട് നമ്മൾ അധികം വൈനിടാനൊന്നും കൊള്ളത്തില്ല. ഇതൊരു ഫെയറി അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഫോറസ്റ്റ് ഗാർഡൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗാർഡൻ. ഇപ്പം ഇവിടെയും കുറച്ച് തിരിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് പോട്ടിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഒന്നിലധികം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കതൊന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ കുറച്ച് റോസസും ബാക്കി കാര്യങ്ങളുമാണ് തുടക്കത്തിൽ വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് റോസസാണ്. ഈ സൈഡിൽ നമ്മൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലാവൻഡേഴ്സും കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ മാക്സിമം സ്ഥലമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ സ്ഥലം പോലും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലത്തുമാണ് നമ്മൾ ഗാർഡൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.